ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് വേണം ഒരു നിർണയത്തിലെത്താൻ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. അന്ധവിശ്വാസങ്ങൾക്കും അടിപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ മഹാഗുരുക്കന്മാരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ട്, നിന്റെ കൂടെ ആരുമില്ല, നീ ഒറ്റയ്ക്കാണ്, ഇനി നിന്നെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല, നീ ഒറ്റപ്പെട്ടു. പലപ്പോഴും ഇത് പറയുന്നത് നമ്മളുടെ മാതാപിതാക്കൾ പോലുമാകാം. എന്തിനേറെ പറയുന്നു സുഹൃത്തുക്കൾ, അത്രയും വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ പറയും, ബന്ധുക്കൾ പറയും. എന്തിനേറെ പറയുന്നു നമ്മൾ നമ്മളോട് തന്നെ പറയും, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മളുടെ കൂടെ നമ്മളെ വിജയിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ശക്തികളുണ്ട്. നമ്മളൊരു ഭഗവാന്റെ ഏറ്റവും നല്ല ഭക്തനാണെങ്കിൽ മാത്രം. അപ്പോൾ ഇതെങ്ങനെ സംഭവ്യമാവും? ഇതൊക്കെ സത്യമാണോ? നമ്മളുടെ കൂടെ നമ്മളെ വിജയിപ്പിക്കാൻ, നമ്മളെ ഒറ്റപ്പെടുത്താതിരിക്കാൻ എല്ലാ ഭക്തരുടെ കൂടെയും ഭഗവാൻ അയക്കുന്ന ഗണങ്ങളും യോഗിമാരും ഒക്കെ ഉണ്ടോ? ആദ്യം നമ്മൾ 2 മഹാപുരുഷന്മാരുടെ കഥ കേൾക്കണം. അവരുടെ യഥാർത്ഥ അനുഭവ കഥ. ഇത് പുരാണത്തിലെ കഥയൊന്നുമല്ല, നമ്മളെക്കാൾ 100 150 വർഷം മുൻപ് ജീവിച്ചിരുന്ന മഹാപുരുഷന്മാരുടെ കഥയാണ്. ഈ 2 ഗുരുക്കന്മാരും തിരുവണ്ണാമല എന്നുള്ള ആ പുണ്യമായ പ്രദേശത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് തിരുവണ്ണാമല എന്ന് പറയുമ്പോൾ 4 ഗുരുക്കന്മാരെ ഓർമ്മ വരും. അതിലൊന്ന് ഒരു യോഗി രാം ശരത് കുമാർ, അത് കഴിഞ്ഞാൽ നമ്മൾ പറയും മഹാപെരിയവ, അത് കഴിഞ്ഞാൽ നമ്മൾ പറയും ശേഷാദ്രി സ്വാമി, അത് കഴിഞ്ഞാൽ നമ്മൾ രമണ മഹർഷി എന്ന് പറയും. അപ്പം ഇങ്ങനെ ഈ 4 ഗുരുക്കന്മാരെ കുറിച്ച് തിരുവണ്ണാമല എന്ന് കേട്ടാൽ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന 4 മഹാപുരുഷന്മാർ. ഇതിലെ 2 മഹാപുരുഷന്മാരുണ്ടല്ലോ, ഒന്ന് രമണ മഹർഷി, ഒന്ന് ശേഷാദ്രി സ്വാമി. ഈ 2 പേരുടെ കഥ മനസ്സിലാക്കണം. ശേഷാദ്രി സ്വാമി വളരെ ചെറുപ്പത്തിൽ തന്നെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നൊരു പതിവുണ്ടായിരുന്നു. പെട്ടെന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കഴിക്കുകയായിരിക്കും, പെട്ടെന്നായിരിക്കും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്. ഇത് കാണുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കും, എന്താണ് നീ നോക്കി നിൽക്കുന്നത്? അപ്പോൾ ശേഷാദ്രി സ്വാമി പറയുന്ന മറുപടി വളരെ കൗതുകം ജനിപ്പിക്കുന്നതാണ്. ഞാൻ ആകാശത്ത് ഗന്ധർവന്മാർ ഗാനം ആലപിച്ച് പോകുന്നത് നോക്കി നിൽക്കുകയാണ് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. എന്തെങ്കിലും മാനസിക പ്രശ്നമാണോ എന്നൊക്കെ പോലും പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതിനുള്ളൊരു ആൻസർ, അല്ലെങ്കിൽ ഇതിനുള്ളൊരു മറുപടി ശേഷാദ്രി സ്വാമി തന്നെ പിന്നീട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷാദ്രി സ്വാമിയുടെ കയ്യിൽ എപ്പോഴൊക്കെ ആഹാരം കിട്ടിയാലും ശേഷാദ്രി സ്വാമി അതിലൊരു പങ്ക് 4 ഭാഗത്തേക്കും വിതറും. ഇത് കാണുന്ന ഭക്തർക്ക് അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് സ്വാമി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അത്ഭുതമാണ്. അപ്പോൾ സ്വാമി പറയും, ഞാൻ മാത്രം ആഹാരം കഴിച്ചാൽ മതിയോ? എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഗണങ്ങൾക്കും യോഗിമാർക്കൊക്കെ ആരാണ് ആഹാരം കൊടുക്കുന്നത്? ഇത് കേൾക്കുന്നവർ അത്ഭുതപ്പെടും. ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്? അടുത്തെങ്ങും ആരും നിൽപ്പില്ലല്ലോ, പിന്നെ ഇദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത്? അതിലൊരു ഭക്തൻ ഒരിക്കൽ ഇത് കാണാനിടയായിട്ടുണ്ട്. ശേഷാദ്രി സ്വാമിയുടെ 4 ചുറ്റിലും കൃത്യമായ രൂപങ്ങൾ, അതായത് ദൈവരൂപങ്ങൾ, ഗണങ്ങൾ നിൽക്കുന്നത് പല ഭക്തന്മാരും കണ്ടിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായി ശേഷാദ്രി സ്വാമി പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല ദൈവശക്തികളും നമ്മളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ രമണ മഹർഷി പലപ്പോഴും പറയാറുണ്ട്, എന്നെ കാണാൻ പല ദേവഗണങ്ങളും യോഗിമാരും ഒക്കെ അരൂപമായി വരാറുണ്ട്, സൂക്ഷ്മരൂപത്തിൽ വരാറുണ്ട്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ഒരു വ്യാപ്തി ഭക്തന് മനസ്സിലാകുന്നത് എപ്പോഴും രമണ മഹർഷി ഗിരിവലം പോകും. വലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ തിരുവണ്ണാമല എന്നുള്ള ആ പുണ്യമലയ്ക്ക് വലം വെക്കുന്നൊരു രീതിയാണ്. അത് തന്നെ ശിവന് വലം വെക്കുന്നത് പോലെയാണ്. അങ്ങനെ രമണ മഹർഷി പോകുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. പക്ഷെ ഒരിക്കൽ കുറച്ച് ഭക്തർക്ക് ഇത് മനസ്സിലായി. നമ്മളുടെ രമണ മഹർഷി പോകുന്ന കൂട്ടത്തിൽ വളരെ സൂക്ഷ്മദേഹികളായിട്ടുള്ള യോഗിമാരും ഗണങ്ങളും, ഭഗവാന്റെ ഗണങ്ങളും പോകുന്നത് ഇവർ കണ്ടപ്പോഴാണ് മനസ്സിലായത്, രമണ മഹർഷി സാധാരണ ആളല്ല, ദൈവികമായിട്ടുള്ള പല സൂക്ഷ്മശക്തികളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്ന്. അപ്രകാരം ഏതൊരു ഭക്തനാണെങ്കിലും ഭക്തനല്ലാത്ത ആളാണെങ്കിലും പലതരത്തിലുള്ള ശക്തി അയാളുടെ ഒപ്പം ഉണ്ടായിരിക്കും. കാണാൻ സാധിക്കുന്നില്ലെന്നുള്ളത് 2ാമത്തെ കാര്യം. ഇത് വെച്ച് ഒരുപാട് പേർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. നമുക്ക് പലപ്പോഴും ഹാലുസിനേഷൻ ഒക്കെ സംഭവിക്കുമ്പോൾ, നമുക്ക് പലപ്പോഴും മിഥ്യാധാരണയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ചുറ്റും ആരൊക്കെയോ നിൽക്കുന്നുണ്ട്. അതൊന്നും ശരിയല്ല, അതൊക്കെ തെറ്റായ ധാരണയാണ്. പക്ഷേ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട്. ഇതിനെ അന്ധവിശ്വാസവുമായി കൂട്ടിക്കുഴയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇന്നത്തെ കാലത്ത് ആർക്കും ഈ സൂക്ഷ്മ ശക്തികളെ നമ്മളെ കാണിച്ചു തരാൻ സാധിക്കില്ല, ദൈവത്തെ കാണിച്ചു തരാൻ സാധിക്കില്ല. അങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പണം ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും അതിലൊന്നും പോയി വീഴരുത്. അതിനപ്പുറം ഇങ്ങനെയുള്ള സത്യവും നമ്മളുടെ ഗുരുക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്. പ്രത്യേകിച്ച് ദ മദർ എന്ന
ഒരു ബുക്കുണ്ട് നമ്മളുടെ ശ്രീ അരബിന്ദോയുടെ. അത് വായിക്കുകയാണെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടും. അതുപോലെ തന്നെ മീര അൽഫാസ എന്ന ശ്രീ അരബിന്ദോയുടെ തന്നെ പാതിയായിട്ടുള്ള ആ അമ്മയുടെ കഥകൾ കേൾക്കുമ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി മനസ്സിലാവും, ഈ സൂക്ഷ്മ ലോകത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവും. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്? നമ്മൾ പലരും പ്രതീക്ഷിക്കും നമ്മളുടെ ജീവിതം തീർന്നു, നമുക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല, ഞാൻ ഒറ്റയ്ക്കായി. നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉറച്ച ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, ഉത്തമമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ചുറ്റും നമ്മളെ സകാരാത്മക ചിന്തയിലേക്ക്, പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പല ശക്തികളും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾക്ക് വന്ന പ്രശ്നം വേറൊരാൾക്ക് വന്നിരുന്നെങ്കിൽ അയാൾ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോയേനെ. പക്ഷെ നമ്മൾക്ക് ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മൾ ഭഗവാന്റെ മുന്നിൽ പോയാണ് കരയുന്നത്. നമ്മൾ ഭഗവാനോടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എത്ര പ്രശ്നം വന്നാലും ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. ചിലപ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞേക്കാം, ഭഗവാനെ എന്താണ് എനിക്കിങ്ങനെയുള്ള വിധി എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസം, അമിതമായ വിശ്വാസം എന്ന് തന്നെ പറയാം. അതുപോലൊരു വിശ്വാസം, അന്ധവിശ്വാസമല്ല, ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള അമിതമായ വിശ്വാസം. പൂജ ചെയ്യുന്നതോ അല്ലെങ്കിൽ എപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്നതോ എന്തെങ്കിലും ജപിച്ച് കിട്ടും, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പൂർണ്ണമായ ഒരിടത്തും പോയില്ലെങ്കിലും എൻ്റെ ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്, ഈ സകലമായ ഈ പ്രപഞ്ചത്തിലുണ്ട്, എന്നെ രക്ഷിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം. ആ വിശ്വാസം നമ്മൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കിക്കൊള്ളൂ, നിങ്ങളുടെ ചുറ്റും ഭഗവാന്റെ ഗണങ്ങളും യോഗി പുരുഷന്മാരും ഒക്കെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഭഗവാന്റെ പല സൂക്ഷ്മശക്തികളും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ കൂടെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തളർന്നു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഭഗവാൻ കൂടെയുണ്ട്. ഭഗവാന്റെ സൂക്ഷ്മശക്തിയുടെ രൂപത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രപഞ്ചം നമ്മളെ സഹായിക്കുന്നു. ഭഗവാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കൂടെ ഉണ്ടെന്നാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് കൂടെ ഉണ്ടെങ്കിൽ ഈ സൃഷ്ടി നമ്മളുടെ ഒപ്പം ഉറപ്പായും ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മളുടെ ഉള്ളിൽ വരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചം, ഭഗവാന്റെ ശക്തി നിങ്ങളെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വളരെ മോശം അവസ്ഥയായിരിക്കും, ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അവസ്ഥകളായിരിക്കും. കുറേ കാലമായി, 3 വർഷമായി 4 വർഷമായി ഒരു മാറ്റമില്ല. പക്ഷേ 5ാമത്തെ വർഷം നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പായും രക്ഷപ്പെടും. ഈ ഒരു പരീക്ഷണ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പ്രാരാബ്ധ കർമ്മത്തിൻ്റെ ചോദ്യമാണ്. നമ്മൾ ചെയ്ത പ്രാരാബ്ധ കർമ്മം നമ്മളിലേക്ക് വരുന്നതാണ്. അതിലെ വികർമ്മം, നമ്മൾ ചെയ്ത തെറ്റായിട്ടുള്ള കർമ്മം, അത് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം പുണ്യം അനുഭവിക്കാൻ ഒരു വലിയ നീണ്ട ആയുസ് തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കും? നമ്മൾക്ക് ദൈവാനുഗ്രഹമുണ്ട്, ഇതൊരു ക്ഷണനേരത്തേക്കുള്ള വെറും ഒരു പരീക്ഷണം മാത്രമാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ മഴയുള്ളൊരു ദിവസം കൊടയായിട്ട് പോയാലും നമ്മൾ കുറച്ചൊക്കെ നനയും. എങ്കിലും ഭൂരിഭാഗവും നമ്മൾക്ക് ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള നനവോ അങ്ങനെ ഒന്നും വരില്ല. അവിടെ ഇവിടേക്കൊന്നും നനയും. അതുപോലെ പ്രശ്നങ്ങൾ വരും, അവിടെയും ഇവിടെയും ഒക്കെ നമ്മളെ അത് എഫക്റ്റ് ചെയ്യുമെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ താഴെ പോകാതെ, ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ തോൽക്കാതെ ഏതോ ഒരു ശക്തി എപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, ഉറപ്പായും ഭഗവാനുണ്ട്. ഇത് പരീക്ഷണം മാത്രമാണ്. വലിയൊരു പ്രശ്നമായിരിക്കും. നമ്മൾ ഏകദേശം നമ്മളുടെ എല്ലാ കഥയും തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും ഒരു കൈ വന്ന് നമ്മളെ താങ്ങുന്നത്, പെട്ടെന്നൊരു സഹായം വരുന്നത്. വലിയൊരു കടം വന്ന് പെട്ടെന്ന് ഒരാൾ ആ കടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വന്നു എന്ന് വെച്ച് നമുക്ക് സമാധാനം ഒറ്റയടിക്ക് ഉണ്ടായെന്നല്ല ഞാൻ പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി മറിയുന്നു എന്നുള്ളതല്ല. വലിയ പ്രശ്നം വരും, പക്ഷെ ആ പ്രശ്നത്തിൽ താഴ്ന്നു പോകാതെ ഒരു ശക്തി, അത് ചിലപ്പോൾ നമ്മളുടെ മനോബലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായിട്ടായിരിക്കാം, എങ്ങനെയും നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഭഗവാന്റെ സൂക്ഷ്മ ശക്തികളാണ് എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളിൽ വരണം. ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞാൽ ഏത് ഭഗവാനാണോ നിങ്ങൾ വിളിക്കുന്നത്, ഏത് ഭഗവാന്റെ ഭക്തരാണോ നിങ്ങൾ, ആ ഭഗവാൻ നിങ്ങളെ ഉറപ്പായും രക്ഷിക്കും. അതുകൊണ്ട് തളർന്നു പോകരുത്. തളർന്നു പോകാതെ എങ്ങനെ മനസ്സിലാക്കും എൻ്റെ കൂടെ ദൈവം ഉണ്ടോയെന്ന്? ഞാൻ പറഞ്ഞതുപോലെ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തിൽ നിന്നൊരു കൈ വന്ന് നമ്മളെ രക്ഷിക്കും. അതുപോലെ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഇപ്പോഴിങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ എല്ലാം കഴിഞ്ഞൊരു ദിവസം ഞാനേ വിജയിക്കുകയുള്ളൂ, ഉറപ്പായും ഞാൻ വിജയിക്കും. അതുപോലെ തന്നെ കഠിന പ്രയത്നം ചെയ്യാനുള്ളൊരു മനസ്ഥിതിയും എവിടെ നിന്നോ വരുന്നു. നമ്മൾക്ക് എത്ര പണിയെടുക്കാനും മടിയില്ല, നമ്മൾ എത്ര കഷ്ടപ്പെടാനും നമുക്കൊരു മടിയില്ല. വെറുതെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ചിരിക്കുന്ന കാര്യമല്ല. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് സത്യമാണ്. അർജുനൻ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ഉറപ്പായും യുദ്ധവിജയം കിട്ടില്ല. എൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നാൽ ഒരിക്കലും കാര്യം നടക്കില്ല. അപ്രകാരം
നമ്മൾ ഭഗവാന്റെ ശക്തിയും നമ്മളുടെ ശക്തിയും ഒരുമിക്കുമ്പോഴാണ്. നമ്മൾ ഹാർഡ് വർക്കും ചെയ്യണം. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വലിയ കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് അതൊരു കഷ്ടപ്പാടായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ കഷ്ടപ്പെടുന്നുമുണ്ട്. അതിനർത്ഥം ഭഗവാൻ കൂടെയുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും മനസ്സ് തളരാതെ ഒരു ശക്തി നമ്മളുടെ കൂടെ നിർത്തുന്നു. അതാണ് ആ സകാരാത്മകമായ പോസിറ്റീവ് എനർജി. ഇതേപോലെ നമ്മൾ നേരെ തിരിച്ച് ചിന്തിച്ചാൽ എപ്പോഴും പലതരത്തിലുള്ള അഡിക്ഷനും പലതരത്തിലുള്ള മദ്യപാനവും പല രീതിയിലും പല മോശ ചിന്തകളും കൊണ്ട് മുഴുകിക്കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് എപ്പോഴും നകാരാത്മക ചിന്തയായിരിക്കും. ആരെയെങ്കിലും ഉപദ്രവിക്കണം, മറ്റൊരാളാണ് എൻ്റെ പ്രശ്നത്തിന് കാരണം, അതുകൊണ്ട് അയാളെ ഉപദ്രവിക്കണം, അയാളെ ചീത്ത വിളിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലഹരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് നേരെ തിരിയുന്നത്. അങ്ങനെയുള്ളവരുടെ കൂടെ ഭഗവാന്റെ സൂക്ഷ്മശക്തിയല്ല, അതിന് പകരം ആസുരികമായ ഗുണം അയാളിലേക്ക് വന്നു ചേരും. അങ്ങനെ ആസുരികമായിട്ടുള്ള ഗുണമാണ് ഇപ്പോൾ നമ്മളിലെങ്കിൽ അതിനെ മാറ്റാൻ ഒരു അവസരമുണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ, നമ്മൾ ജീവിതത്തിലൊരു പ്രോബ്ലം വരുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ താഴേക്ക് പോകുമ്പോൾ ഒരിക്കലും ആശ്രയിക്കേണ്ടത് ലഹരിയല്ല. അങ്ങനെ ലഹരിയെ ആശ്രയിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ആസുരികമായിട്ടുള്ള ഗുണം നമ്മളിൽ വളർത്തിയെടുക്കുകയും നമ്മളുടെ ചുറ്റും ആ ആസുരിക പ്രസരിപ്പുണ്ടാകുകയും അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നവരെയും നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരായി കരുതുന്നവർക്കെതിരെ പോലും നമ്മൾ പ്രവർത്തിക്കാനും അവരെ ഉപദ്രവിക്കാനും ഒക്കെ നമ്മളുടെ മനസ്സിൽ നിന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് ഇതെല്ലാം മറ്റൊരാൾ ചെയ്യുന്നതാണ്, എൻ്റെ പ്രശ്നത്തിനെല്ലാം കാരണം മറ്റൊരു വ്യക്തിയാണെന്നുള്ള ബോധം ഉണർത്തിയെടുക്കുന്ന ഒരു ആസുരിക ഗുണമാണ്. അതിൽ നിന്ന് മാറിയാൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം നേരിട്ടാലും അവിടെ നിന്ന് ഭഗവാൻ രക്ഷിക്കും. ഭഗവാനിൽ നമ്മൾ വിലയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ശരണാഗതി ആയാൽ ഭഗവാനിലേക്ക് എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഭഗവാന്റെ ശക്തി നമ്മളെ വിജയിപ്പിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതെങ്കിലും രീതിയിൽ ഭഗവാന്റെ സൂക്ഷ്മശക്തികൾ, ആ ഒരു ചൈതന്യം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. അത് ചിലപ്പോൾ നമ്മൾ പോലും അറിയില്ലാത്ത ഗുരുക്കന്മാരുടെ രൂപത്തിലായിരിക്കാം, ചിലപ്പോൾ നല്ല സത്സംഗങ്ങളുടെ രൂപത്തിലായിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി നമ്മളുടെ കൂടെ എത്തിച്ചേരും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുണ്ട്: ഉത്തമമായ ഭഗവാനോടുള്ള വിശ്വാസം. ആരെയും ഒരു തരത്തിലും ദ്രോഹിക്കാതിരിക്കുക. ഒരു പൂച്ചയോ പട്ടിയോ മൃഗത്തെയോ ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. കാര്യം ഉള്ളിൽ നിന്ന്, ആ അനാഹതത്തിൽ നിന്ന് നമ്മൾക്ക് സ്നേഹം പുറപ്പെട്ടെങ്കിൽ മാത്രമേ എല്ലാത്തിനോടും സ്നേഹം ഉണ്ടാവുള്ളൂ. അനാഹതത്തിൽ സ്നേഹമുള്ളവനോടെ ദൈവത്തിനും സ്നേഹമുള്ളൂ. ഹൃദയപത്മത്തിൽ സ്നേഹം ഉണ്ടായിരിക്കണം. ആ സ്നേഹമുള്ളവൻ പ്രവർത്തിച്ചാൽ ഈ പ്രപഞ്ചം തന്നെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഇപ്പോൾ എത്രയൊക്കെ കഷ്ടതയുണ്ടെങ്കിലും, ഉറച്ച ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളെ ഇപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, എത്ര തോറ്റു എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ട് നിങ്ങൾ തോറ്റില്ലെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഭഗവാന്റെ ഭക്തനാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ: നിങ്ങളുടെ കൂടെ നിങ്ങളെ വിജയിപ്പിക്കാൻ മറ്റൊരു ശക്തിയും പ്രവർത്തിക്കുന്നുണ്ട്.